നിങ്ങൾ വിചാരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും. നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് ലാഗ് ചെയ്ത് പോണത്. വീട്, ജോലി, വിവാഹം, വെളിച്ചം, വെള്ളം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണും കായി കരഞ്ഞുകൊണ്ടുണ്ടാക്കണില്ലേ? അതുകൊണ്ടാണ് ഈ വിഷയം ലാഗ് ചെയ്യണത്. ഇതിൻ്റെ വിഷയം ക്രിസ്തു കൈമാറ്റമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഹെഡാണല്ലോ, തല അതാണല്ലോ. തലയെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ക്രിസ്തു കൈമാറ്റമാണ് തലയെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ കാര്യം കൃപ ടാപ്പ് ചെയ്യണത്, കൃപ നമുക്ക് ലഭിക്കണത് ഇതുപോലെ വിശ്വാസ കൈമാറ്റത്തിലൂടെയാണ്. അതാണ് ദൗത്യം. അതാണ് 14:26 നമ്മൾ വായിച്ചത് നടപടി പുസ്തകം. ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെ ഉള്ള ദൗത്യത്തിന് ആവശ്യമായ കൃപ എന്ന പവർ ഓഫ് ഗോഡ്. പവർ ഓഫ് ഗോഡ് എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപ. അപ്പം നിങ്ങളെ അതല്ലേ ഈശോ പറഞ്ഞത്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങളെ കുന്തളിപ്പ് കാണിക്കേണ്ടെന്ന് പറഞ്ഞത്. അതൊന്നും ഇല്ല അന്ന്. അത് വിശ്വാസ കൈമാറ്റത്തിന് സഹായകമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇത് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കണത്. നിങ്ങൾക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. സാക്ഷ്യം പറയുകയാണെങ്കിൽ മുങ്ങുന്ന ഒത്തിരി കാണ്ടാമൃഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. കൊമ്പ് ഒടിഞ്ഞ് തിരിച്ചു വരും. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരണത്? സാക്ഷ്യം പറയാൻ അവസരം തരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നോട്ട് ബൈ മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ദൈവത്തിൽ നിന്നാണ്. കാര്യം മെറിറ്റ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ടാണെങ്കിൽ അത് യേശുക്രിസ്തു നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമത്തെ പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ഏറ്റുപറയണത്. ഇപ്പോൾ സാക്ഷ്യം പറയണത് നിസ്സാരമല്ല. വല്ല കണ്ടാമൃഗം വല്ലോടത്ത് കിടന്നുണ്ട് സാക്ഷ്യം പറയുന്നതിനെതിരെ സംസാരിച്ച് ഒരു കഥയില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയുന്നവരെ എന്താ ചെയ്യേണ്ടത്? അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഫിലിപ്പി 2:10-11 ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു കർത്താവാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കണത് എന്താണ്? പിതാവിൻ്റെ നാമം മഹത്വപ്പെടും. ഇപ്പോൾ കർത്താവാണ് നിങ്ങളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പിതാവിൻ്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകണത്. അതെന്തിനു വേണ്ടിയാണ്? ഇത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസം കൈമാറ്റപ്പെടും. അതെന്തുകൊണ്ടാണ്? പിതാവായ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം ജനിക്കുന്നു. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 10:17 വയസ്സത്തെ റോമ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷ്യം ഒരേ സമയം തന്നെ പ്രഘോഷണമാണ്. അനുഭവാധിഷ്ഠിത പ്രഘോഷണമാണ് സാക്ഷ്യം എന്ന് പറയണത്. ചുമ്മാ തിയറട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയല്ല. അതിന് ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. തിയറട്ടിക്കലായിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞാൽ സൈദ്ധാന്തിക പ്രഘോഷണം എന്ന് പറയും. സൈദ്ധാന്തിക പ്രബോധനം അതെന്താ തന്നെ ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. അതെന്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോഡക്റ്റാണത്. ബുദ്ധിയുടെ ഒരു ഫുഡാണ് സൈദ്ധാന്തിക പ്രബോധനം എന്ന് പറയണത്. അത് വേണ്ടെന്നല്ല, അത് വേണം, തിയറട്ടിക്കൽ ലെവലാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അടുത്ത ഫാക്കൽറ്റി ഉണ്ട് നമുക്ക്. എന്താണ്? ഹൃദയം, വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവജ്ഞാനമാണ്. അറിവ് മാത്രമല്ല, അപ്ലൈഡ് നോളജ്. ഞാൻ തിയറി എടുത്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴെനിക്ക് യേശു കർത്താവാണെന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ഹീലിംഗ് ആയി തോന്നി. അപ്പം ഞാൻ 92 വയസ്സുള്ള അപ്പാപ്പൻ എന്താ ചെയ്ത്? അപ്പാപ്പൻ ഇവിടെ വന്നപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി ഇരിക്കണില്ലേ, അപ്പോൾ അവൻ്റെ പാങ്ക്രിയാസ് ഇരിക്കുന്ന സ്ഥലത്ത് സൈത്തെടുത്തിട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ
ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്നില്ലേ? പക്ഷെ പറയണത് ആരാണ്? പറയണത് 4 വയസ്സ് മുതൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതാ വിഷയം. ബന്ധം ഇടയ്ക്ക് പോയിട്ടില്ല. മനസ്സിലായ? കർത്താവ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല. അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും. ആ ഉടമ്പടി ശരിയായില്ല, എന്നാൽ പിന്നെ അന്തോണീസിൻ്റെ അടുത്ത് പോയി നൊവേന കൂടിയേക്കാന്ന് പറയും. അവിടെ വെച്ച് നിൻ്റെ കാര്യം തീരുമാനമാവും. അവിടെ വിഷയം എന്താണ്? എന്താ കാര്യം? നീ അവൻ പറയണ പോലെ ചെയ്യണേ. അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? പാട്ടുപാടി നടക്കും. നിത്യസഹായ മാതാവ് ആന കൂന എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. ആ പാട്ടുപാടിയെ തീരത്തില്ല. ചില കാര്യങ്ങൾ പാട്ടുപാടി തീരത്തില്ല. എന്താ കാര്യം? പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാനാണ്. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും. അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രഥമ നിലപാട്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടണം. ഹെബ്രായർ 6:1. ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട്. അപ്പൊ ഞാൻ നൊവേനയൊന്നും എതിർത്തിട്ടൊന്നുമില്ല. നിങ്ങൾ പറയരുത് അച്ഛൻ നൊവേനക്കെതിരെ സംസാരിച്ചൊന്നും പറയരുത്. ഇല്ല, എതിരില്ല. അത് പ്രഥമ പാഠങ്ങളാണ്. വിശ്വാസത്തിന് പ്രഥമ പാഠങ്ങളുണ്ട്. നമുക്കറിയാമല്ലേ, 4ാം ക്ലാസ്സുണ്ട്, 10ാം ക്ലാസ്സുണ്ട്, +2 ഉണ്ട്, പിന്നെ എന്താണ്, ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PhD ഉണ്ട്. കണ്ട, വിശ്വാസത്തിന് പല പല പാഠങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ഈ പാഠങ്ങളെല്ലാം പഠിച്ച് പിന്നിടേണ്ടതാണ്. അല്ലാതെ 65 വയസ്സായിട്ട് ഇപ്പോഴും പഴയ പാഠം പാടി നടന്നാൽ എങ്ങനെ ശരിയാവും? ശരിയാകത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? ദൈവം അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ടുണ്ട്. നീ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പാതയിൽ പോവുകയാണ്, എന്നിട്ട് നീ പറയും ഉടമ്പടി നീ പറയും ഇനി നിനക്ക് U-turn എടുക്കാൻ സമയമായി. എന്താ കാര്യം? ഇനി അവൻ പറയണ പോലെ ചെല്ലിയാൽ മാത്രം പോലെ ഇനി ചെയ്യണം. അതാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടു പക്വതയ്ക്ക് വളരുകയാണ്. അവൻ പറയണ പോലെ ചെല്ലിയാൽ മാത്രം പോലെ ഇനി എന്താണ് ചെയ്യണം. ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അവനെ കൈമാറണം. തലയാണ് ആദ്യം വേണ്ടത്. ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. തല പോയാൽ പോയത് തന്നെ. ബാക്കി എല്ലാ അവയവങ്ങളുണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ തല പോയതാണ്. തലച്ചോറ് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു തുള്ളി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയും സ്ഥലം പാരലൈസ്ഡ് ആവും. വിശ്വാസത്തിൻ്റെ തലയെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. അതെപ്പോഴും വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ ആദ്യമേ കയറി വിശ്വാസ കൈമാറ്റത്തിന് കൈ കൊടുത്താൽ പിന്നെ എളുപ്പമാവും. എന്നെ കാണുന്നവരോട്, ഞാൻ സംസാരിക്കുന്നവരോട് എവിടെ ചെന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ കൃപാസനം പത്രം എടുത്ത് കൊടുക്കും. എന്തുകൊണ്ടാണ് ദൈവം 18 ഭാഷയിലേക്ക് ഈ പത്രത്തെ വളർത്തിയത്? നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു രാത്രിയും പകലും അമ്മ ഇതിനെ വളർത്തുകയാണ് ശരിക്കും. ഇന്ന് 18 ഭാഷയിലുണ്ട് പത്രം. ഇന്ന് ചിക്കാഗോയിൽ പത്രം അവർ പുതുതായി അവിടെ തന്നെ ഞങ്ങൾ PDF അയച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ പ്രിൻ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും ഒരു ചിക്കാഗോ എഡിഷൻ പത്രം ഇംഗ്ലീഷ് പത്രം ഇറങ്ങുകയാണ്. അങ്ങനെ ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള വേർഷൻസ് ഇറങ്ങും. എന്താ കാര്യം? അമ്മയുടെ പ്രത്യക്ഷീകരണം, ദുരന്തം ഉണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രാർത്ഥന പടയാളികളെ സൃഷ്ടിക്കുകയാണ്. എന്തിനാണ്? ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവികമായ നടപടിയാണ് ഒരു ഉടമ്പടി സൈന്യത്തെ രൂപീകരിക്കുക. ശ്രദ്ധിക്കട്ടെ.